Hi all. In level 2, page number 15, number practice 3. നമ്മളിത് ഓൾറെഡി എടുത്ത ഒരു പേജിലാണ് കുറേ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും കൂടി ഇടുന്നത് കേട്ടോ. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ നമ്പർ പ്രാക്ടീസ് 3 എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ഡ് അഡീഷൻ ഓഫ് 3 ആണ്. 100 times we need to add number 3. So first we need to do set 0 in our tool. Then first we want to take 3 from the tool. 3 എടുത്തു. അപ്പോൾ 3 എടുത്തു കഴിയുമ്പോൾ ആൻസർ നമുക്ക് കിട്ടി 3. ആൻസർ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മുടെ ബുക്കിലേക്ക് എഴുതാൻ പാടുള്ളൂ. നമുക്ക് എന്താണോ ടൂളിൽ കിട്ടുന്നത് അതേ ആൻസർ നമ്മുടെ ബുക്കിൽ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 3 കിട്ടി. ആൻസർ ഇവിടെ ഫസ്റ്റ് 3 എന്നാണ് ആൻസർ. അത് കിട്ടിയിരിക്കുന്നത് ഡയറക്റ്റ് മെത്തേഡ്. ജസ്റ്റ് സിംപിളി നമ്മൾ ആഡ് ചെയ്തതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയും. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് ഡി എന്നുള്ളത്. ഓക്കെ, എഗെയിൻ ആഡ് 3. കണ്ടിന്യൂസ്ഡ് അഡീഷൻ ഓഫ് 3 ആണ്. സോ എഗെയിൻ ആഡ് 3 ആണ്. അപ്പം 3 ഇല്ല, ദർ ഇസ് നോ 3. സോ ആഡ് 5 ലാസ്റ്റ് 2. ആൻസർ ഈസ് 6. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ബട്ട് എങ്ങനെയാണ് നമുക്കത് കിട്ടിയത്? വിച്ച് സ്റ്റെപ്പ് വി ആർ യൂസിങ് ഹിയർ? സോ ആഡ് 5 ലെസ് 2 എന്നുള്ളതാണ്. ആഡ് 5 ലെസ് 2 എന്നുള്ള ഇക്വേഷനാണ് നമ്മളവിടെ അപ്ലൈ ചെയ്തത്. അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. അഗെയിൻ ആഡ് 3. അതും സിംപ്ലി വി ആർ ആഡിങ്. സോ ആൻസർ ഈസ് 9 എന്ന് കിട്ടി. ദാറ്റ്സ് ഓൾസോ ഡയറക്റ്റ് മെത്തേഡിൽ കിട്ടിയിരിക്കുകയാണ്. അഗെയിൻ ആഡ് 3. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് 5 ലെസ് 2 ചെയ്യാൻ ആഡ് 5 ഇല്ല. സോ വി നീഡ് ടു ഗോ ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ. സോ ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ആഡ് 3 എന്താ? ആഡ് 10 ലെസ് 7 എന്നുള്ളതാണ്. അപ്പൊ ആൻസർ നമുക്ക് 12 എന്ന് കിട്ടി. അത് നമുക്ക് ഇവിടെ ബ്രാക്കറ്റിൽ എഴുതണം. ആഡ് 10 ലെസ് 7. അത് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയിരിക്കുന്നത്. അഗെയിൻ ആഡ് 3 ഇല്ല, ഇവിടെ ചെയ്യാൻ 2 ഉള്ളൂ. സോ ആഡ് 5 ലെസ് 2. ആൻസർ ഈസ് 15 എന്ന് കിട്ടിയിട്ടുണ്ട്. ആഡ് 5 ലെസ് 2. അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ചെയ്യുക. പിന്നെയുള്ളത് നമുക്കിവിടെ 9th വൺ നമുക്കിവിടെ ആൻസർ 27 എന്നാണ് നമ്മൾ ചെയ്ത് അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടും 9th വൺ. ഞാൻ ജസ്റ്റ് ഇവിടെ ആൻസർ എഴുതുന്നുണ്ട് 27. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആഡ് 5 + 2 ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ നമുക്ക് ഓൾറെഡി നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് 30, 10, 20, 30, 40, 50, 60, 70, 80, 90, 100 ആ ഒരു കോളംസിലും കറക്റ്റ് ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ക്ലാസ് തന്നെ കൊടുത്തിട്ടുള്ള കാര്യമാണ്. അപ്പം കുട്ടികളുടെ ബുക്കിൽ ഓൾറെഡി അവിടെ കാണാം 30 എന്ന് കാണാം. ഞാനിവിടെ ചെയ്തില്ല, ഓൾറെഡി അവരെ കയ്യിലുണ്ട് 30 എന്നുള്ളതുണ്ട്. അപ്പം ഇവിടെ ഈ 27 ശേഷം നമ്മൾ അഗെയിൻ ആഡ് 3 ചെയ്യുന്നു. അഗെയിൻ ആഡ് 3 ചെയ്യുമ്പം ഇവിടെ ഒന്നുമില്ലാത്ത ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ആഡ് 10 ലെസ് 7 ചെയ്തു. അപ്പം ആൻസർ നമുക്ക് 30 കിട്ടി. അപ്പം കുട്ടികൾക്ക് ടൂള് കിട്ടി 30. ടെക്സ്റ്റ് ബുക്കിലും 30 ഉണ്ട്, ഓൾറെഡി 30 ഉണ്ട്. അപ്പം മനസ്സിലാക്കാം ഇത്രയും ചെയ്ത എല്ലാം ഈ 1 to 9 വരെ ചെയ്ത എല്ലാ സ്റ്റെപ്സും കറക്റ്റാണ്. അതുകൊണ്ടാണ് ആൻസർ 30 കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ 30 എങ്ങനെ കിട്ടി എന്നുള്ളത് ആഡ് 10 ലെസ് 7 എന്നുള്ളത് കുട്ടികൾ തന്നെ ബ്രാക്കറ്റിൽ എഴുതണം. ദെൻ അഗെയിൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ് വേണ്ടത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ഏതാന്ന് വെച്ചാൽ ഇവിടെ 16th അവർക്ക് 48 എന്നുള്ളത് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ദെൻ 17th വണ്ണാണ് അവർക്ക് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 48 അവർക്ക് ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്, ടൂൾ കിട്ടിയിട്ടുണ്ടാവും. അഗെയിൻ ആഡ് 3 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ആഡ് 10 ലെസ് 7 തന്നെയാണ് ഇക്വേഷൻ. ആഡ് 10 ലെസ് 7 ആണ് ഇക്വേഷൻ. ആഡ് 10 പക്ഷെ ഇവിടെ ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ ആഡ് 10 ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഇനി അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ബീഡ് 50 ആണ്. അപ്പോൾ 50ൽ നിന്ന് ഒരു 10 എടുക്കേ വേണ്ടു. അതിനാണ് ആഡ് 50 ലെസ് 40. അപ്പം നമുക്ക് അവിടെ 10 ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷമാണ് ലെസ് 7 ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ കിട്ടും 17th വൺ ആൻസർ കിട്ടും 51. പക്ഷെ ഈ ബ്രാക്കറ്റിൽ എഴുതേണ്ടത് എന്തൊക്കെ സ്റ്റെപ്പ് അതിൽ ചെയ്തു അതൊക്കെ മുഴുവൻ എഴുതണം. ആഡ് 50 ചെയ്തു, അതിനുശേഷം ലെസ് 40 ചെയ്തു, ദെൻ ലെസ് 7 കൂടി ചെയ്തപ്പോഴാണ് 51 കിട്ടിയിരിക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആഡ് 10 ലെസ് 7 ആണ് ചെയ്യേണ്ടത്. അതില്ലാത്തത് കൊണ്ട് ആഡ് 50 ലെസ് 40 എന്നുള്ളതും
ശരിക്കും പറഞ്ഞാൽ 10 തന്നെയല്ലേ, 50ൽ നിന്ന് 40 പോയാൽ 10 തന്നെയാണ്. അത് നമുക്ക് ഡയറക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു 10 രൂപയുടെ സാധനം വാങ്ങണമെങ്കിൽ 50 റുപ്പീസ് കൊടുത്തിട്ട് 40 റുപ്പീസ് തിരിച്ച് വാങ്ങുന്ന അതേ ഒരു മെത്തേഡ് അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതിലുള്ളത്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഇത് കണ്ടോ, ആഡ് 10 ലെസ് 7 എന്ന് പറയുന്നത് ആഡ് 50 ലെസ് 40, രണ്ട് സെയിം ആണ്, 10 തന്നെയാണല്ലോ ഈ രണ്ടും. ദെൻ ലെസ് 7, സാധാരണ ഉള്ളവരിന് ലെസ് 7, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഡൗട്ട് വരുന്ന വേറൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. യെസ്, 33ൽ കുട്ടികൾക്ക് 99 എന്ന് കിട്ടും. ദെൻ 34ൽ അവരെങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പം 99 അവർക്ക് ടൂള് കിട്ടിയിട്ടുണ്ടാവും, 99 കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം അവർക്കൊരു ആഡ് 3 ചെയ്യണമെങ്കിൽ എവിടെയുമില്ല, ഒരു ആഡ് 10 ലെസ് 7 തന്നെയാണ് നമുക്ക് വേണ്ടത്. ആഡ് 10 ലെസ് 7, ആഡ് 10 ഇല്ല പക്ഷേ ഇവിടെ അല്ലേ, ദർ ഇസ് നോ ആഡ് 10. സോ ആഡ് 10 ഉണ്ടാക്കാൻ 10 നമുക്ക് ഉണ്ടാക്കാൻ എന്ത് പറ്റും, നമുക്കിവിടെ ഒരു 100 എടുത്താൽ മതി. ആഡ് 100 ലെസ് 90 ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 10 ആണ്. 100ൽ നിന്ന് 90 ലെസ് ചെയ്യുമ്പം 10 ആണ്. അപ്പം അവിടെ അതുകൊണ്ടാണ് നമ്മൾ ആഡ് 100 ലെസ് 90 ചെയ്ത്, അപ്പം 10 ചെയ്തു. ദെൻ ലെസ് 7, അപ്പം ആൻസർ 102 എന്ന് കിട്ടും. 102 എന്ന് കിട്ടും. യെസ്, ആൻസർ ഈസ് 102 എന്ന് കിട്ടും. ഇൻ ബ്രാക്കറ്റിൽ ആഡ് 100 ലെസ് 90 ലെസ് 7 എന്നാണ് എഴുതേണ്ടത്. അപ്പം അത് നോക്കി, ഇവിടെ ആഡ് 100 ലെസ് 90 എന്ന് പറഞ്ഞാൽ എന്താണ്, 100 ലെസ് 90 എന്ന് പറഞ്ഞാൽ അത് 10 തന്നെയാണല്ലോ ശരിക്കും. ഇതും 10 ആണ്, ഇതും 10 ആണ്. അപ്പം 10 ഡയറക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്താണോ യൂസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ആ 10 എന്നുള്ളത് ഉണ്ടാക്കി എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.